മരിച്ചവർക്ക് വേണ്ടിയുള്ള ഉലഹിയത്ത് 3 രൂപത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. മരിച്ചവർക്ക് വേണ്ടി നമുക്ക് 3 രൂപത്തിൽ ഉലഹിയത്ത് അറക്കാം. അതിലൊന്ന്, നാം സാധാരണ നിലക്ക് അറക്കുന്നതിൽ മരിച്ചവരെ കൂടി നിയ്യത്താക്കുന്നു. സാധാരണ നമ്മൾ അറക്കുകയാണ്, അവിടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എൻ്റെ വീട്ടിലെ ആളുകൾ എന്ന് നിയ്യത്താക്കുക. ഒരു രീതി അതാണ്. രണ്ടാമത്തത്, മരണപ്പെട്ട ആളുകൾ മരിക്കുന്നതിന് മുമ്പ് വസിയ്യത്ത് നൽകുകയോ സ്വത്തിൽ 1/3 വസിയ്യത്ത് ചെയ്യാം. ആ വസിയ്യത്തിൽ പറയാണ്, എൻ്റെ ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ഉളുഹിയത്ത് അറക്കണം. അങ്ങനെ പറഞ്ഞു വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. മരണശേഷം നമ്മുടെ ഖബറിലേക്ക് കിട്ടും. പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണത്. വഖഫ് ചെയ്യാം. എൻ്റെ സ്വത്തിൻ്റെ ഇന്നാലെന്നൊരു ഭാഗം എല്ലാ ബലിപെരുന്നാളിലും അറക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയാം. അതേപോലെ തന്നെ തൻ്റെ സമ്പത്തിൽ 1/3 വസിയ്യത്ത് നൽകുമ്പോൾ അതിൽ നിന്ന് ഇതേപോലെ ഉളുഹിയത്ത് നിങ്ങൾ അറുക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധമായും വാരിസുകൾ അറുത്തിരിക്കണം എന്നാണ്. അതിൽ ഉപേക്ഷ വരുത്താൻ പാടില്ല. മക്കളോ ആരാണോ ആ വസിയ്യത്ത് ഏൽപ്പിക്കപ്പെട്ടത് അവർ നിർബന്ധമായും മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം ഉളുഹിയത്ത് അറുക്കണം. ഇതാണ് രണ്ടാമത്തെ രീതി. അത് അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. മൂന്നാമത്തത്, മുസ്തഖില്ലായി ഒരു ഓഹരി മരിച്ചവരുടെ പേരിൽ. ഞാനൊരാടിനെ വാങ്ങുന്നു, എൻ്റെ ഉപ്പാൻ്റെ പേരിൽ. ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഉപ്പാൻ്റെ പേരിലും ഒരാട് മുസ്തഖില്ലായി, അത് ഉപ്പാൻ്റെ പേരിലാണ്. അതേപോലെ തന്നെ ഞാൻ 7 ഓഹരിയാണുള്ളത്, അതിലൊരു ഓഹരി എൻ്റെത്, ഒരു ഓഹരി എൻ്റെ മരിച്ചുപോയ ഉമ്മാൻ്റെത്, ഉമ്മാക്ക് വേണ്ടി. ഇങ്ങനെ ചെയ്യൽ ജായിസാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ അത് കാണുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മക്കളിലും തൻ്റെ ഇണകളിലും പലരും മരണപ്പെട്ടിട്ടും അവരുടെ പേരിൽ പ്രത്യേകം ഉളുഹിയത്തിൽ കൂടിയിട്ടില്ല. അതുകൊണ്ട് നബിയിൽ നിന്ന് പ്രത്യേക സുന്നത്തില്ല. അതുകൊണ്ട് തന്നെ അത് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. എന്നാൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ജായിസാണ്. കാരണം മരണപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള സദഖയുടെ വജ്ഹിലാണ് അത് ഉൾപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു.